വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മളുടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ കൊടംപുളിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതേപോലത്തെയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു വലിയ മരം, ഞങ്ങളുടെ വീട്ടിന്റെ ബാക്കിലല്ല, അവിടെ ഒരു വലിയ കൊടംപുളി ഉണ്ട്. അതാണ് ഞങ്ങള് എന്നും പോയിട്ട് ഇങ്ങനെ കുലുക്കി പിറക്കി, എന്നിട്ട് പറച്ച് ഇങ്ങനെ 2-3 ദിവസം ഉടക്കാനൊക്കെ ഇട്ട്, പിന്നെ ഇതെന്തോ പിഴിഞ്ഞിട്ട് അവസാനം ഓരോരോ ഇത് ചെയ്ത് അവസാനം ഇപ്പൊ ഇതിങ്ങനെ ഈക്കുലയാണ്. ആ മരത്തില് ഇപ്പൊ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഞങ്ങള് ഇന്നലെ കുലുക്കി അത് എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോ എടുത്തത്. ആ മരത്തിൽ നിന്ന് ഞങ്ങള് ഒക്കുന്നത് ഞങ്ങൾ പിച്ചി, ബാക്കിയെല്ലാം ഞങ്ങൾ താഴേന്ന് എടുത്തായിരുന്നു. ഇത് നന്നായിട്ട് ഉണങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഉണക്കിയിട്ടില്ല. എന്നത്തെ പോലെ മിത്തു വീണ്ടും അച്ചാമ്മനെ സഹായിക്കാതിരുന്ന ഇരിക്കുകയാണെങ്കിൽ വല്ല കസേരയിൽ ഇട്ടിരിക്കണം. ഞങ്ങളുടെ മഞ്ഞ കൊടംപുളി ഇപ്പത്തേ ഇരിക്കുന്നുണ്ട് നന്നായിട്ട്. ഞങ്ങൾക്ക് ഇതൊന്നും അല്ല ഗൈസ്, കുറെ ഉണ്ട്. അതിങ്ങനെ ഉണക്കാനും വെട്ടാനും ആയിട്ട് രണ്ടായിട്ട് ഇരിക്കുകയാണ്. ഈ ഗൈസ്, ഈ കൊടംപുളി ഞങ്ങളുടെ പച്ചിരിക്കുന്നേ ഞാനത് കാണിച്ചു തരാം. ഇന്നല്ല നാളെയൊക്കെ ഈ കൊടംപുളി നന്നായിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. നന്നായിട്ട് ഉണക്കിയ കൊടംപുളിയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഈ കൊടംപുളി ഉണങ്ങിയത് ഉണങ്ങാത്ത എങ്ങനെയാ തോന്നുന്നതെന്ന് മിത്ത് പറയാൻ പോവാണ്. നമുക്ക് അപ്പൊ കയ്യിൽ എന്തെങ്കിലും അപ്പൊ തോന്നും. എന്താണ് അടിച്ചാൽ ഇങ്ങനെയാണ്. ഈ കളർ കണ്ടില്ലേ, ഈ കളറാണ്. ബാക്കി എല്ലാം ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ ഈ ഡ്രൈ അപ്പൊ നന്നായിട്ട് ഉണങ്ങിയെന്ന് തോന്നും. ഒന്ന് കാണിക്കേ. ഡ്രൈ എന്താ? ഡ്രൈ ഇത് ഉണങ്ങിയതാണ്, ഉണങ്ങാത്ത. അപ്പൊ അന്നത്തേക്ക് ഡ്രൈ ഒരെണ്ണം. ഇത് ഡ്രൈ ആണോ എന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആണോ? അങ്ങനത്തെ ഉള്ളതൊക്കെ ഡ്രൈ ആണ് കേട്ടോ. ഞങ്ങളുടെ ഈ കൊടംപുളിയില്ലേ, നേരത്തെ ഞങ്ങളുടെ ഒരു ഫാർമിംഗ് പ്ലേസ് ഉണ്ടായിരുന്ന അവിടെ പോയിട്ട് അതി കൊടംപുളി പിടിച്ചത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കളിക്കാൻ തുടങ്ങി. ഒരു കെട്ട് ഓരോ ദിവസം അതെ ഈ വെറ്റ് കൊടംപുളി ഇരിക്കുന്ന ഈ ഇതിനകത്ത് നിറച്ച് ആണ് ഞങ്ങൾക്ക് കിട്ടാറ്. അപ്പൊ ഈ കൊടംപുളിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.